നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. ഫർളായ നിസ്കാരം, സുന്നത്തായ നിസ്കാരം. ഈ നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ഖുർആൻ പാരായണം, ഫാത്തിഹ, അതുപോലെ തസ്ബീഹുകൾ, ദിക്റുകൾ. ഇതിൻ്റെ ഒന്നും അർത്ഥം പല ആളുകൾക്കും അറിയില്ല. അറിയാവുന്നവരുണ്ടാവാം, പല ആളുകൾക്കും ഇതിൻ്റെ അർത്ഥം അറിയില്ല. ഈ നിസ്കാരത്തിൽ നമ്മൾ നീയത്ത് വെക്കുന്നത് മുതൽ അവസാനം സലാം വീട്ടുന്നതുവരെ A to Z വരെയുള്ള നിസ്കാരത്തിൻ്റെ അനക്കത്തിലും അടക്കത്തിലും നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നു, അല്ലാഹു അക്ബർ. റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. റുക്കൂഇൽ പറയുന്നു സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇഅ്തിദാലിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ. നമ്മൾ സുജൂദിൽ ചെല്ലുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ നമ്മൾ പറയുന്നു ചില ദിക്റുകൾ. അതുപോലെ നമ്മൾ അത്തഹിയാത്ത് ഓതുന്നവരാണ്. ഈ പറയുന്ന വാക്കുകളുടെ, ഈ പറയുന്ന ദിക്റുകളുടെ, ഈ സ്വലാത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും, അതുപോലെ നമ്മളെല്ലാവരും മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് ചെല്ലുമ്പോൾ അവിടെയും അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള വിജയങ്ങളും സമാധാനങ്ങളും എല്ലാവിധ ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. അത് സുന്നത്തായ നിസ്കാരമാവട്ടെ, ഫർളായ നിസ്കാരമാവട്ടെ. ഈ നിസ്കാരങ്ങളിൽ നമ്മൾ തുടക്കം മുതൽ, നിയ്യത്ത് മുതൽ സലാം വീട്ടുന്നതുവരെ എല്ലാം അറബിയിലാണ് നമ്മൾ പറയുക. അതിൽ ഖുർആൻ ആയത്ത് ഓതുന്നുണ്ട്, ദിക്റുകൾ പറയുന്നുണ്ട്, തസ്ബീഹുകൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പല ആളുകൾക്കും എന്നല്ല, ഭൂരിഭാഗം ആളുകൾക്കും ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ A to Z, നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള നമ്മൾ പറയുന്ന ഓരോ പ്രവർത്തനത്തിലും ഓരോ അനക്കത്തിലും അടക്കത്തിലും നമ്മൾ പറയുന്ന ദിക്റുകളുടെ, തസ്ബീഹുകളുടെ അർത്ഥം എന്താണെന്ന് മൊത്തത്തിലൊന്ന് വേഗത്തിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ ഒരു ഭയഭക്തിയോടെ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണല്ലോ എന്ന ആ ഒരു നല്ല ചിന്തയിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ ആ നിസ്കാരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വലിയ ഖുശൂഉം ഖുദൂഉം, അതായത് ശ്രദ്ധ കൊടുത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ആദ്യമായി നമ്മൾ നോക്കുന്നത്, നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നീയത്ത് വെക്കും. നീയത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ വാതിൽ പടിയാണ്. ആ നീയത്തുണ്ടെങ്കിലേ നമ്മുടെ നിസ്കാരം ശരിയാകും. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി നീയത്ത് ചെയ്യുകയാണ്. എങ്ങനെയാണ് നമ്മൾ നീയത്ത് ചെയ്യുന്നത്? നമ്മൾ മദ്രസ തൊട്ടേ പഠിച്ച നീയത്ത്, ഉസല്ലി ഫർളൽ ളുഹരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇതാണ് നമ്മൾ ളുഹർ നിസ്കാരത്തിന് പറയുന്ന അറബിയിലെ നീയത്ത്. എന്താ അതിൻ്റെ അർത്ഥം? 4 റകഅത്ത് ളുഹർ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ആ അറബി ഒഴിവാക്കി മലയാളം പറഞ്ഞാലും ശരിയാകും, പക്ഷേ അറബിയോടുകൂടി പറയലാണ് ഏറ്റവും ഖൈർ. അപ്പോൾ നീയത്ത് നമ്മുടെ എന്താണെന്ന് മനസ്സിലാക്കി. ഉസല്ലി ഫർളൽ ളുഹരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. 4 റകഅത്ത് ളുഹർ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. നമ്മൾ കൈകെട്ടി അല്ലേ? തക്ബീർ പറഞ്ഞാൽ കൈകെട്ടുന്നു. എന്താ ഈ അല്ലാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, ഏറ്റവും മഹത്വമുള്ളവൻ, ഏറ്റവും ഉന്നതൻ അല്ലാഹുവാൻ. അല്ലാഹുവിനേക്കാൾ ഉന്നതമായ ഉയർച്ചയിലുള്ള ഒന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദുന്യാവ് മുഴുവനും പുറകിലേക്ക്, അല്ലാഹ് മാത്രം എന്നിലേക്ക്. അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു ഏറ്റവും വലിയവനാണ്. നമ്മൾ കൈകെട്ടുന്നു.
അല്ലാഹു അക്ബർ, നമ്മൾ കൈകെട്ടി. അത് കഴിഞ്ഞ് എന്താ പറയുക, നമ്മൾ വജ്ജഹത്ത് ഓതും അല്ലേ. വജ്ജഹത്ത് നമ്മൾ ഓതാറുണ്ട്, നമ്മൾ മദ്രസയിൽ പഠിച്ച വജ്ജഹത്തു പല ആളുകളും ഓതാറുണ്ട്. ചില ആളുകൾ അത് വജ്ജഹത്തൊക്കെ വിട്ടിട്ട് പിന്നെ നേരെ ഫാത്തിഹയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, നിയ്യത്ത് വെച്ച്, അതായത് അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി പിന്നെ നമ്മൾ പോവേണ്ടത് വജ്ജഹത്തുവിലേക്കാണ്. എങ്ങനെയാ വജ്ജഹത്തു നമ്മൾ ഓതുന്നത്? വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് വജ്ജഹത്തു നമ്മൾ ഓതുന്നത് അല്ലേ. ഈ വജ്ജഹത്തുവിൻ്റെ ഇത് നമ്മൾ ഓതാറുണ്ട്, എല്ലാ നിസ്കാരത്തിലും ഫർദ് നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതാറുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കിയാലോ. ആകാശങ്ങളും അതുപോലെ ഭൂമിയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്ക് അനുസരണയുള്ളവനായി, മുസ്ലിം അനുസരണയുള്ളവനായി, അതുപോലെ വക്രതയില്ലാത്തവൻ, ഹനീഫൻ വക്രതയില്ലാത്തവനായി, നേരെ വാ അങ്ങനെയുള്ള വക്രതയില്ലാത്തവനുമായി കൊണ്ട് ഞാൻ എൻ്റെ മുഖം അള്ളാഹുവേ നിൻ്റെ മുന്നിലേക്ക് തിരിച്ചിരിക്കുകയാൽ. ഒരു അടിമ പറയുന്ന എത്രയോ നല്ല വാക്കാണ്. ഏറ്റവും ഉന്നതനും മഹത്വമുള്ളവനായ അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഇത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാചകം. അത് നമ്മൾ വിശദീകരിച്ച് അത് കുറച്ച് വിശാലമാക്കി നമ്മൾ വജ്ജഹത്തുവായി, നമ്മൾ സനാ ആയി, പ്രാരംഭ പ്രാർത്ഥനയായി നമ്മൾ നിസ്കാരത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളെ മുഖം അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ബഹുദൈവ ആരാധകനിൽ പെട്ടവനല്ല. അള്ളാഹു അല്ലാത്ത ആളുകളെ ഞാൻ ആരാധിക്കുകയില്ല. അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക. നിശ്ചയമായും ഇന്ന സ്വലാത്തി, നിശ്ചയമായും എൻ്റെ നിസ്കാരം, വനുസുഖി എൻ്റെ ബലികർമ്മം, അതുപോലെ വമഹിയായ വമമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ ജീവിതം മുഴുവനും അത് അള്ളാഹുവിനാകുന്നു, സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, ഞാൻ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അപ്രകാരം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഇതാണ് നമ്മൾ ഓതുന്ന വജ്ജഹത്തുവിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ഇതൊന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിൽ ഉറക്കും. ഇനി നമ്മൾ വജ്ജഹത്തു കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് ഫാത്തിഹയിലേക്കാണ്. എല്ലാ നിസ്കാരത്തിലും, സുന്നത്തായ ഫർദ എല്ലാ നിസ്കാരത്തിലും എന്തുണ്ട്? ഫാത്തിഹ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതുമ്പോൾ ഓതൽ സുന്നത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന, അതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന റബ്ബേ നിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോക രക്ഷിതാവായ അള്ളാഹുവേ നിനക്കാകുന്നു. അർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമാണ് റബ്ബേ. അള്ളാഹുവേ നീ പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹുവേ നീ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ നേർമാർഗത്തിൽ ചേർക്കണേ അല്ലാ, നല്ല മാർഗത്തിലാക്കണേ അല്ലാ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവേ നിന്റെ ദേശത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, അതുപോലെ പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. ആമീൻ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അപ്പോൾ നമ്മൾ ആദ്യം നീയത്ത് വെച്ചു. നീയത്തിൻ്റെ അർത്ഥം പറഞ്ഞു. അല്ലാഹു അക്ബർ, ആ തക്ബീർ അല്ലേ, അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വജ്ജഹത്തു ഓതുന്നു, വജ്ജഹത്തുവിൻ്റെ അർത്ഥം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫാത്തിഹ ഓതുന്നു, ഫാത്തിഹയുടെയും അർത്ഥം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അറിയാവുന്ന സൂറത്തുകൾ, സുന്നത്തായിട്ടുള്ള സൂറത്തുകൾ ഓതുക. ആ സൂറത്തുകളുടെ അർത്ഥമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ ചെയ്യുക?
സൂറത്തും ഓതി കഴിഞ്ഞ് പിന്നെ അല്ലാഹു അക്ബർ, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ റുക്കൂഇലേക്ക് പോവുകയാണ്. റുക്കൂഇൽ പോയിട്ട് നമ്മൾ പറയുന്ന വാചകമാണ്, ദിക്റാണ്, തസ്ബീഹാണ്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി 3 പ്രാവശ്യം നമ്മൾ പറയാറുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം മഹാനായ, ഉന്നതനായ, മഹാനായ എൻ്റെ രക്ഷിതാവ് അവൻ പരിശുദ്ധനാകുന്നു. അല്ലാഹു പരിശുദ്ധനാണ്, അവനിക്കാകുന്നു സർവസ്തുതിയും, അല്ലാഹു നീ പരിശുദ്ധനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റുക്കൂയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി താഴ്ത്തുന്നു. ഏത് ഇഅ്തിദാൽ എന്നാണ് അതിന് പറയുക. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? സമിഅ കേട്ടിരിക്കുന്നു, സമിഅ അല്ലാഹു കേട്ടിരിക്കുന്നു, ലിമൻ ഒരുവനെ കേട്ടിരിക്കുന്നു, ഹമിദ അള്ളാഹുവിനെ സ്തുതിച്ച ഒരുവനെ അല്ലാഹു തആല കേട്ടിരിക്കുന്നു എന്നാണ് ആ ഇഅ്തിദാലിൽ നമ്മൾ പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയുന്നു, ഇഅ്തിദാലിൽ നമ്മൾ പറയുന്ന ദിക്ർ ഏതാണ്? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. നമ്മൾ സാധാരണ പറയാറുണ്ട്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മദ്രസയിൽ ഇങ്ങനെ പഠിച്ച് അതിങ്ങനെ പറഞ്ഞ് പോകുന്നതല്ലാതെ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. എന്താ അർത്ഥം? ഇതാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദ് നിനക്കാകുന്നു സർവസ്തുതിയും. എപ്പോഴും അള്ളാഹിനെ വാഴ്ത്തുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകളാണ് ഈ നിസ്കാരത്തിലൊക്കെ ഉള്ളത്. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദ് നിനക്കാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള സ്തുതി? മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. അതായത് അള്ളാഹുവേ, ആകാശവും ഭൂമിയും അതുപോലെ തന്നെ അതിനുശേഷം നീ എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിറയെയുള്ള ഹംദ്, സ്തുതി, അത് മുഴുവനും നിനക്കാകുന്നു അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു വാചകം പറഞ്ഞ്, ആ ഒരു ദിക്ർ പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നു സുജൂദിലേക്ക്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു മഹത്വമുള്ളവനാണ്, ഉന്നതനാണ്. നേരെ നമ്മൾ സുജൂദിൽ പോകുന്നു. സുജൂദിൽ നമ്മൾ പറയുന്ന ദുആ ഏതാണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. 3 പ്രാവശ്യം പറയും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് പടച്ചവൻ അല്ലാഹു, അവൻ എത്രയോ ഉന്നതനാണ്, അവൻ എത്രയോ പരിശുദ്ധനാണ്, അവനിക്കാകുന്നു സർവസ്തുതികളും എന്ന് നമ്മൾ പറയുന്നു സുജൂദിൽ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അർത്ഥം അറിഞ്ഞ് പറയുമ്പോൾ അല്ലേ, ഉന്നതനായ, അത്യുന്നതനായ അല്ലാഹു എൻ്റെ രക്ഷിതാവ്, അവൻ വലിയ മഹത്വമുള്ളവനാണ്, അവനിക്കാകുന്നു സർവസ്തുതികളും. ഇത് നമ്മൾ അർത്ഥം അറിഞ്ഞ് 1 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ഇബാദത്തുകൾ എത്രയോ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ സുജൂദിൽ അത് പറഞ്ഞ് 3 പ്രാവശ്യം പറഞ്ഞ് അർത്ഥം പറഞ്ഞ് നമ്മൾ പറയുക. പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നത് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്കാണ്. അല്ലാഹു അക്ബർ. ആ ഇരുത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു ദുആയാണത്. ഏതാണത്? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതൊരു ദുആയാണ്. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, വജ്ബുർനി, നീ എൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് നൽകണേ അല്ലാ. വർഫഅനി, നീ എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. വർസുഖ്നി, എനിക്ക് നീ റിസ്ക് നൽകണേ, ആഹാരം നൽകണേ അല്ലാ. വഹ്ദിനി, നീ എനിക്ക് സന്മാർഗം നൽകണേ അല്ലാ. വആഫിനി, നീ എനിക്ക് ആരോഗ്യം നൽകണേ അല്ലാ. എത്രമാത്രം സുന്ദരമായ ദുആ. എല്ലാ കാര്യം ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണം, അതുപോലെ തന്നെ എനിക്ക് നീ കരുണ ചെയ്യണം, എൻ്റെ ന്യൂനതകൾ നീ പരിഹരിച്ച് നൽകണം. വർഫഅനി, നീ എന്നെ ഉയർത്തണം, അതുപോലെ വർസുഖ്നി, എനിക്ക് നീ ഭക്ഷണം നൽകണം. വഹ്ദിനി, നീ എനിക്ക് സന്മാർഗം നൽകണം. വആഫിനി, അല്ലാഹു എനിക്ക് ആഫിയത്ത്, ആരോഗ്യം നൽകണം. ഇതൊക്കെ നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ഒരു വഖത്ത് നിസ്കാരം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ നിസ്കാരത്തിന് മുമ്പുള്ള പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്നാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയപ്പെട്ട ദിക്റുകളും തസ്ബീഹുകളൊക്കെ അർത്ഥം അറിഞ്ഞ് പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തമാണ്. വീണ്ടും നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ. വീണ്ടും നമ്മൾ സുജൂദിൽ പോകുന്നു. അവിടെ നമ്മൾ പറയുന്നു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് അവൻ എത്രയോ പരിശുദ്ധനാണ് അല്ലേ, നമ്മളത് പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ നമ്മൾ പോകുന്നു 2ാമത്തെ റക്അത്തിലേക്ക്. അല്ലാഹു അക്ബർ. നമ്മൾ വീണ്ടും കൈ കെട്ടുന്നു. പിന്നെ നമ്മളിത് തന്നെയാണ്,
ഇപ്പോൾ ആദ്യത്തെ റക്അത്ത് നമ്മൾ പറഞ്ഞതിൻ്റെ ആ ഒരു റൊട്ടേഷനാണ് പിന്നെയും നടക്കുന്നത്. ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, വീണ്ടും നമ്മൾ റുകൂഅ്, ഇഅ്തിദാൽ, പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമത്തെ റക്അത്തിൻ്റെ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൽ പോയി പിന്നെ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, വീണ്ടും സുജൂദ്. പിന്നെ സുബഹി നിസ്കാരമാണെങ്കിൽ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരമൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അവിടെ ഇരിക്കുന്നു, അത്തഹിയാത്തിലിരിക്കുന്നു. അത്തഹിയാത്തിരുന്നിട്ട് നമ്മൾ അത്തഹിയാത്ത് ഓതുന്നു, സ്വലാത്ത് ഓതുന്നു, അതുപോലെ ദുആ ചെയ്യുന്നു, സലാം വീട്ടുന്നു. ഇനി 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യും? മൂന്നാമത്തെ റക്അത്തിൽ പിന്നെ നമ്മൾ നേരെ എഴുന്നേറ്റ് 4ാമത്തെ റക്അത്തിലേക്ക് പോകുന്നു. അവിടെ ഫാത്തിഹ ഓതുന്നു, പിന്നെ റുകൂഅ് ചെയ്യുന്നു, ഇഅ്തിദാൽ, പിന്നെ സുജൂദ്, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നു അത്തഹിയാത്തിലേക്ക്. അത്തഹിയാത്തിലേക്ക് പോകും. എന്താണ് ഈ അത്തഹിയാത്ത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാഖ് എന്ന വാഹനത്തിൽ ഇസ്റാ മിഅ്റാജ് പോയി അള്ളാഹനെ കാണാൻ വേണ്ടി പോയ ഒരു സംഭവമുണ്ടല്ലോ, അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന സമയം നടത്തിയ സംഭാഷണമാണ് ഈ അത്തഹിയാത്ത് എന്നുള്ളത്. നമുക്ക് നോക്കാം. അത്തഹിയാത്തിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ 2ാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ 4ാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ 3ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ അത്തഹിയാത്തിൽ നിന്ന് നമ്മൾ അത്തഹിയാത്ത് ഓതുമല്ലോ. എന്താണ് അത്തഹിയാത്ത്? നമ്മൾ എങ്ങനെയാ പറയുന്നത്? അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് അത്തഹിയാത്ത്. അത്തഹിയാത്തിൻ്റെ അർത്ഥം എന്താണ്? നമുക്കൊന്ന് നോക്കാം. അത്തഹിയാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അഭിവാദനങ്ങൾ എന്നാണ്. അഭിവാദം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അള്ളാഹിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അല്ലാഹു തആല അഭിസംബോധന ചെയ്തു, നബിതങ്ങൾ അതിന് തിരിച്ച് അഭിസംബോധന ചെയ്തു. ഇവരെ രണ്ടുപേരെയും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അഭിസംബോധന ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അവരുടെ സംഭാഷണമാണ് ഈ ഇവിടെ അത്തഹിയാത്തായിട്ട് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ അഭിവാദനങ്ങളും, എല്ലാ അനുഗ്രഹീതമായ കാര്യങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ദുആകളും, എല്ലാ പരിശുദ്ധമായ കർമ്മങ്ങളും വചനങ്ങളും ലില്ലാഹ്, എല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഇനിയോ അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഇത് അല്ലാഹു തആല നബിതങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ ഗുണവും രക്ഷയും അല്ലാഹുവിൻ്റെ നബിയെ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ മേൽ മാത്രമല്ല, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ നിന്റെ അടിമകൾ ആരെല്ലാം ഉണ്ടോ മുഴുവൻ സ്വാലിഹീങ്ങളിലും അല്ലാഹുവേ നിന്റെ ഗുണവും രക്ഷയും സമാധാനം ഉണ്ടാവണേ അല്ലാ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ് ഇനി പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ തിരുദൂതരാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അല്ലാഹുവും റസൂലും ജിബ്രീലും തമ്മിലുള്ള സംഭാഷണമാണ് ഈ അത്തഹിയാത്ത്. അപ്പോൾ നമ്മൾ അത്തഹിയാത്ത് ഓതി. അത്തഹിയാത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരെ പോകുന്നത് സ്വലാത്തിലേക്കാണ്. ഏത് സ്വലാത്ത്? ഇബ്രാഹിമിയ സ്വലാത്ത്. സ്വലാത്തുകളുടെ രാജാവാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തിലേക്ക് നമ്മൾ പോകുന്നു. എങ്ങനെ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ഓതുന്നത്? നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഞാനിപ്പോൾ പറഞ്ഞത് ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ ഒരു വേർഷനാണ്. ഇതിൽ ചില വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഇതുപോലെ തന്നെ മറ്റ് ഇബ്രാഹിമിയ സ്വലാത്തുമുണ്ട്. ഏത് പറഞ്ഞാലും കൂലിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനൊക്കെ നീ ഗുണവും രക്ഷയും സമാധാനമൊക്കെ കൊടുക്കണം. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുത്തതുപോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അല്ലാഹുവേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കമാ ബാറക്കത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹീമ. അതായത്
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്തും ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ കൊടുക്കണേ അല്ലാഹ്. അലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ നീ ആരാണ്? നീ സ്തുത്യർഹനും അതുപോലെ മഹത്വമുള്ളവനുമാണ്. ഇതാണ് ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ അർത്ഥം. അതായത് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ അവർക്കൊക്കെ വലിയ ഗുണം അള്ളാഹു ചെയ്തിട്ടുണ്ട്. അവർക്ക് ഗുണം ചെയ്തതുപോലെ അള്ളാഹുവെ മുത്ത് റസൂലിനും അവിടുത്തെ കുടുംബത്തിനും ഗുണം ചെയ്യണേ എന്നാണ് നമ്മളത് പറയുന്നത്. ആ ഒരു ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്. പിന്നെ നമ്മൾ കടക്കുന്നത് ദുആയിലേക്കാണ്. അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ എന്ത് പറയും? അത്തഹിയാത്ത് ഓതും, സ്വലാത്ത് ഓതും, ദുആ ഓതും. ഏതാണ് ആ ദുആ? എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എന്ത് വലിയ പ്രതിഫലമുള്ള ദുആണെന്നറിയോ? അതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടു നോക്കിയേ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു. അതായത് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണം. എന്താ പുറത്തു തരേണ്ടത്? ഞാൻ മുമ്പ് ചെയ്തതും പിന്നെ ചെയ്തതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായതും പരസ്യമായതും ഒക്കെയായ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണം അല്ലാ. മാത്രമല്ല നിനക്ക് എന്നേക്കാൾ അറിയുന്ന, അതായത് ഞാൻ ചെയ്ത പാപങ്ങൾ തന്നെ ഞാൻ മറന്നുപോയി, പക്ഷെ നീ അറിയുന്നവനാണ്. നിനക്കറിയാവുന്ന ഞാൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അല്ലാഹുവേ നിശ്ചയമായും നീ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനുമാണ്. നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല അല്ലാ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്നും നീ മോചനം നൽകണേ അല്ലാ. ജീവിതത്തിലെയും മരണത്തിലെയും പ്രയാസങ്ങളിൽ നിന്നും ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും അവസാനം കടന്നു വരുന്ന മസീഹുദ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ പ്രയാസത്തിൽ നിന്നും അവൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ. ഇതാണ് അവസാനം നമ്മൾ പറയുന്ന അതിശ്രേഷ്ഠമായ ദുആ. എന്നിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇവിടെ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇങ്ങനെ തലയിട്ട് ആട്ടണ പരിപാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാം, അതിൻ്റെ ആവശ്യമില്ല. ആ തല ഇങ്ങനെ ആട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇങ്ങനെ അതൊന്നും വേണ്ട. അങ്ങനെ തല ഇങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാം. അത് 3 അനക്കം കൂടുകയാണ്. 3 അനക്കത്തേക്കാൾ അധികരിച്ചാൽ ഷാഫി മദ്ഹബ് പ്രകാരം നമ്മുടെ നിസ്കാരം ബാത്തിലാവും. തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്ന നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ അതിൻ്റെ അർത്ഥം? സലാമിൻ്റെ അർത്ഥം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവേ പടച്ചവനെ നിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും ഞങ്ങളുടെ മേലുണ്ടാവണേ അല്ലാ. 2 സലാം വീട്ടി അല്ലേ? എത്ര ഹൃദ്യമായ നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ നിയ്യത്ത് മുതൽ സലാം വരെ നമ്മൾ പറയുന്ന വാക്കുകളുടെ, തസ്ബീഹുകളുടെ, അതുപോലെ സ്വലാത്തിൻ്റെ, ദുആയിൻ്റെ, അത്തഹിയാത്തിൻ്റെ, ഖുർആൻ പാരായണത്തിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നിസ്കരിച്ചാൽ ഒരൊറ്റ വക്കത്ത് നിസ്കാരം മതി അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൻ്റെ A to Z അല്ലേ, തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഖുർആൻ പാരായണമൊക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അർത്ഥം പറഞ്ഞ് നമ്മൾ ഓരോ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പറയുമ്പോൾ വലിയൊരു ഇഖ്ലാസ് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്. ആ സമയത്ത് പഠിച്ചു, നമ്മൾ മറന്നുപോയി. പിന്നീട് നമ്മൾ ഈ സമയത്തൊക്കെ ആയിരിക്കും ഓർക്കുക. അപ്പോൾ പഠിച്ചവർക്കും ഓർമ്മയിലുള്ളവർക്കും ഓർമ്മയിലില്ലാത്തവർക്കും എല്ലാവർക്കും ഗുണമാകുന്ന തരത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇതുപോലെ അർത്ഥമറിഞ്ഞ് നിസ്കരിച്ചാൽ വലിയ ഖൈർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്തരം വ്യത്യസ്തമായ ഒരുപാട് ഇൽമുകൾ നിറഞ്ഞ ഈ വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും മരണം വരെ കാര്യമൊക്കെ കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ്
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലും കല ആയിക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കല വീട്ടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ.